ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബബ്ലു മോൻ്റെ ഇവിടെ കിടക്കുന്ന കിടപ്പൊക്കെ നോക്കിക്കും. ബബ്ലു മോൻ, ലബ്ലു മോൻ, ലബ്ലു മോൻ, നീ കേട്ടോ നീ ലബ്ലു മോനെ ഡേ ഗുഡ് മോർണിംഗ്. ചിരിച്ചേന്ന് ചിരിച്ചേന്ന് കണ്ട സബ്സ്ക്രൈബേഴ്സിനോട് ഗുഡ് മോർണിംഗ് പറ, ഹായ് പറ. അപ്പോഴേ നമ്മൾ രാവിലെ തന്നെ ചാടിയിലോട്ട് ചായ ഇടാൻ പോയി. എനിക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ പോയി. ഇന്ന് ഇച്ചിരി വെള്ളിയാഴ്ച ആയതുകൊണ്ട് താമസിച്ചാണ് ഇറങ്ങുന്നത്. ഒരു 9:30 അല്ലാത്തപ്പോൾ രാവിലെ ഞാൻ പോണത്. ഇന്നലെ എൻ്റെ കൊച്ചിൻ്റെ കുത്തിവെപ്പ് ആയതുകൊണ്ട് ഇച്ചിരി താമസിച്ചിറങ്ങിയത്. ഇന്ന് വെള്ളിയാഴ്ച ഉണ്ട്, നാളെ ഇനി എന്താണെന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോട്ടെ. ഇനി ബേബീനെ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ അടിയിലോട്ട് പോകും. പിന്നെ വന്നിട്ട് ഇന്ന് സ്റ്റാൻഡ് പിടിക്കണമെന്ന് അവിടെ ചെന്നിട്ട് നോക്കണം. ആളില്ലാത്ത സ്റ്റാൻഡിലെല്ലാം കയറി പിടിക്കണം. പിന്നെ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് പറയാം. നമ്മൾ അടിയിലോട്ട് പോകുകയാണ് ചായ പിടിക്കാനായിട്ട്. നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. വിട്ട് പിടിക്കുന്നു. അയ്യോ, ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു റൂമില്ല. ലൈറ്റ് ഓഫാക്കിയിട്ട് വരാം. ലൈറ്റ് ഓഫാക്കി നേരെ നമ്മൾ അടിയിലോട്ട് ചായ പിടിച്ചാൻ പോകാൻ. രാവിലെ ഉറക്കത്തിലെ സ്റ്റൈലൊക്കെ കാണാൻ വേണ്ടി കുണ്ടിയിൽ നിന്നെല്ലാം പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എണീറ്റ് ഏതായാലും ചായ പിടിക്കട്ടെ. ചായ പിടിക്കുമ്പോൾ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. ഇത് ഇന്നലെ നനഞ്ഞു കിടന്ന് ഓട്ടമാണ്. നമ്മൾ ചായ കുടിച്ചാൻ പോവാണ്, കഴിക്കാൻ പോവാണ്. അവിടെ കൊണ്ട് കിടത്തട്ടെ. ബബ്ലുവിനെ ഇവിടെ കൊണ്ട് കിടത്തി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിയും. അതുകൊണ്ട് തലങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബബ്ലു, വലിയ ബബ്ലു, ചെറിയ ബബ്ലു ഉണ്ട്. ബബ്ലു ഇവിടെ കിടക്കട്ടെ, ഞാൻ പോയി ചായ പിടിച്ചിട്ടില്ല. കൂട്ടാണ്ടിരുന്നാൽ മതി. ഇത് അടുത്തോട്ടെ ചവിട്ട് കൊള്ളാണ്ട് ഇവിടെ കിടന്നോളെ. എനിക്ക് നോക്കി കിടന്നു. ഞാൻ ചായ പിടിക്കാൻ പോയപ്പോൾ ഒരു സൗണ്ട് തിരിച്ചു നോക്കിയിട്ട് പിടിച്ചൊക്കെ. ബബ്ലു, ബബ്ലു, ബബ്ലു വയ്യ എന്നിട്ട് നോക്കിക്കേ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഇടിയപ്പവും നൂലപ്പവും ചിക്കൻ കറിയുമാണ്. അവിടെ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടിയപ്പം കഴിക്കട്ടെ. അവിടെ കൊച്ചരിഞ്ഞിട്ട് കൊച്ചിനെ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇടിയപ്പം കഴിക്കട്ടെ. കഴിച്ചിട്ട് ചിക്കൻ കറി ഉറക്കം അങ്ങോട്ട് സെറ്റായില്ല. നമ്മൾ ഇന്നലെ മഴയൊക്കെ നനഞ്ഞു വന്ന് പിന്നെ കൊച്ച് രാത്രി ഭയങ്കര കരച്ചിലൊക്കെ രാത്രി. അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. പിന്നെ വെള്ളിയാഴ്ചയൊക്കെ കൊണ്ടിന് പള്ളി കഴിഞ്ഞിട്ടൊക്കെ വീട്ടിലോട്ട് കിട്ടും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നു. വണ്ടീൻ്റെ പുറകിൽ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ദിവസം മറ്റേ മൂവാറ്റുപുഴയിലൊക്കെ പോയതാണ്. മൂവാറ്റുപുഴ, തൊടുപുഴ, പെരുമ്പാവൂരൊക്കെ ഓടിയിട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റമൊക്കെ കയറി ഓടുന്നതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഓട്ടോ ഓടും. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. അല്ല പണി കിട്ടുന്നതിനെക്കാട്ടി നല്ല നേരത്തെ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓയിലൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് എന്തായാലും വണ്ടി എടുക്കത്തുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്.
അപ്പോൾ ഗൈസ് വണ്ടി ഇന്നലെ മഴ പെയ്തിട്ട് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് കണ്ടത് മൊത്തം ചെളിയടിച്ചിരിക്കുന്നു. വണ്ടി ഒന്ന് ഞാൻ തുടച്ചു വണ്ടി എടുക്കുവാണ്. ഇത് നേരെ പോകാം, കുഴപ്പമില്ല. ഏതെങ്കിലും വണ്ടി ഇല്ലാത്ത സ്റ്റാൻഡിൽ വെച്ചിരിക്കണം. മഴ പെയ്തുവെങ്കിലും ഇത് ഭയങ്കര വെയില്ല. ഇന്നലെ ഇപ്പം പറ്റിയ പൂങ്കാവള്ളി അവിടെ തീർത്ഥാടകരൊക്കെ വരുന്നത് കൊണ്ട് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ആ പരിപാടി എന്തായാലും മംഗളകരമായിട്ട് നടക്കട്ടെ, മഴയൊക്കെ പെയ്യാണ്ട് കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ വന്ന മറ്റേ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മുല്ലക്കയിലോട്ട് ഓട്ടം കിട്ടിയായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴിക്ക്. അവരെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ സ്റ്റാൻഡിലോട്ട് വന്നു. ഇപ്പോൾ സ്റ്റാൻഡിൽ വണ്ടിയൊന്നുമില്ല, വലിയ ഓട്ടം കിട്ടുകയാണെങ്കിൽ അതിലേ അങ്ങ് പോകും. പിന്നെ KSRTC ഗൈസ് ഞാൻ നമ്മുടെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റാൻഡിൽ നിന്ന് എനിക്കൊരു ഓട്ടം കിട്ടിയായിരുന്നു, അവിടെ പോന്നിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത സ്റ്റാൻഡ്. അപ്പോൾ അവിടെ മറ്റേ ബുക്കിൽ നമ്പർ എഴുതുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ നമ്പർ എഴുതാൻ വേണ്ടി വന്നു. ഇവിടെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാവില്ല, അന്ന് ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങി. നമ്മുടെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് ഭയങ്കര കലിപ്പാട് ഇവിടെയുള്ളവർ. എന്താ പറയുക, കോമഡി ഐറ്റംസ് ഒക്കെ. നമ്മുടെ ആലപ്പുഴ KSRTC സ്റ്റാൻഡ് കിടക്കും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡ്. അപ്പോൾ ഗൈസ് ദേ ഞാൻ നമ്മുടെ വെള്ളക്കിണർ സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ 2-3 ഹിന്ദിക്കാരെ ബീച്ചിൽ കൊണ്ടുവിടാനുണ്ടായിരുന്നു, മറ്റേ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അവരാദ്യം പുന്നമട ലൊക്കേഷനൊക്കെ കാണിച്ച് പുന്നമടയിൽ ചെന്നപ്പം അവർ പറഞ്ഞു അവിടെ ഇല്ല, ബീച്ചിലെ കടൽപ്പാലം കാണിച്ചിരുന്നു. അങ്ങനെ പിന്നെ കടപ്പുറത്ത് കൊണ്ടുവിട്ടിട്ട് നമ്മൾ വെള്ളക്കിണർ സ്റ്റാൻഡിലോട്ട് വന്നേ. കുറച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാലിക്ക് ഓടി പോകുന്നത് മണ്ടത്തിനാണ്. ഇവിടുന്ന് വല്ല ഓട്ടം കിട്ടിയാൽ മാത്രമേ ഞാനിനി അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ വന്നിട്ട് ഇനി നമ്മുടെ സ്റ്റാൻഡിൽ എനിക്ക് നമ്പരൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പേനൊന്നുമില്ല, നമ്മുടെ സ്റ്റാൻഡിൽ പേനൊന്നുമില്ല ഗൈസ്, വല്ലാത്തൊരു സ്റ്റാൻഡാണ്. തമാശ കേട്ടോ, നമ്മുടെ സ്റ്റാൻഡിലെല്ലാം ഉണ്ട്. ഈ 2 പേനായും ഈ 2 ബുക്കൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ ഒരു പേനയ്ക്ക് ഒരു 5 പേന ഉണ്ടായിരുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ അത് 2 പേനായി, 3 പേന ആരും അടിച്ചൊന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വല്ലവരെയൊക്കെ കൈവക്കി കാണിച്ചിട്ടാണ് ഇങ്ങനെ ഓട്ടം പിടിക്കാനായിട്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നിട്ട് വേറെ ഓട്ടോ കാണിക്കുന്ന ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. ചോദിച്ചാൽ പറയും അയ്യോ കണ്ടില്ല എന്ന് പറയും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദുഃഖമുള്ള കൊണ്ട് എല്ലാവരും ദുഃഖിക്കാൻ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ പെസഹ വ്യാഴമായിട്ട് നമ്മൾ രാത്രി മഴയൊക്കെ നനഞ്ഞ് വേറൊരു വൈബായിരുന്നു. ഇന്ന് പൊളിയായിരുന്നു. വാലേക്കും സലാമിക്ക് ബൈക്ക് നമ്മുടെ അൻഷിൽ മുസ്ലിയാർ കണ്ട. വാലേക്കും സലാം. എൻ്റെ വണ്ടിയോടൊക്കെ ഒരു ചെറിയ സംസാരമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ പള്ളിയിലോട്ട് പോവുകയാണ്. വെള്ളിയാഴ്ചയാണ്, ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകും. പള്ളിയിൽ പോകാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴ ജമാഅത്ത് പള്ളിയിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഞാൻ പള്ളിയിലോട്ട് പോകും. ഓക്കെ ബൈ. നല്ല കട്ട വെയിലാണ് ഗൈസ്. ഓട്ടോയോടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ പള്ളിയിലോട്ട്. നമസ്കാരം. ബാക്ക് ക്യാമറ കാണിച്ചു തരാം. അത്യാവശ്യം പോക്കറ്റ് നിനക്ക് കിട്ടുകയും ലഭിക്കും, മുമ്പുറക്കാനുള്ള മാംസവും നിനക്ക് ലഭിക്കും. അങ്ങനെ ചെയ്തുകൂടെ? പറഞ്ഞ മറുപടി അപ്പം ഞാൻ പള്ളി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പള്ളീൻ്റെ അവിടെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. ഒരു ഓട്ടം വിളിച്ചായിരുന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഈ അവസ്ഥ ഇല്ലേ, കാറിൻ്റെയും ഓട്ടോൻ്റെ ഇടക്കായിപ്പോൾ എൻ്റെ ഓട്ടോ. ഇത് പോകാൻ ഓട്ടോ വെയിറ്റ് ചെയ്യാം. ക്ഷമ ആട്ടി സൂപ്പിൻ്റെ ബലം ചെയ്യുന്നല്ലോ.
പോട്ടെ, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പോകും. ഗൈസ് അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടൊരു ചെറിയൊരു ഓട്ടം കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ വീണ്ടും നമ്മുടെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലോട്ട്. ഞാൻ രാവിലെ ഓട്ടം പിടിച്ച സ്റ്റാൻഡുണ്ടല്ലോ അവിടെ വന്നതാണ്. ഇവിടെ ഈ ഇപ്പുറത്തെ സൈഡിലും ആരുമില്ല, അപ്പുറത്തെ സൈഡിലും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ലുക്കുകളിലേക്ക് ആയതുകൊണ്ട് എല്ലാവരും ചിലപ്പം ദുഃഖമായിട്ട് ഇരിപ്പായിരിക്കും. ഞാനിവിടെ സ്റ്റാൻഡിൽ വന്ന് പിടിച്ചിട്ടുണ്ട്. കട്ട വെയിൽ, ഒരു രക്ഷയില്ല. കുഴപ്പമില്ലാത്തൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ കുതിരപ്പള്ളി പോയിരുന്നു, കളർ റോഡ് പോയിരുന്നു. കളർ റോഡിൽ നിന്ന് സ്റ്റാൻഡിലോട്ടൊരു ഓട്ടം കിട്ടി, അതാണ് ഇങ്ങോട്ട് വന്നു. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോകാനുള്ളതൊക്കെ എത്തിയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എവിടെയെങ്കിലും പോകണേ പറയാം. അങ്ങനെ ഗൈസ് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു. ചോറ് കഴിക്കാൻ വേണ്ടി തന്നെ. ചൂടുകാരൻ ഓടി, ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ ജച്ചവിടെ കുഞ്ഞായിട്ട് റൂമിലുണ്ട്. AC കിട്ടി കിടക്കുക നമ്മളെ വെയിലത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്. എന്നെ കണ്ടപ്പോൾ AC ഓഫ് ചെയ്ത് ചേച്ചി. റൂമിൽ നിൽക്കാൻ പോയി, ഭയങ്കര തണുപ്പ്. എങ്ങനെയുണ്ട് നാടകം, എങ്ങനെയുണ്ട്? ഭയങ്കര തണുപ്പ്. എന്നെ കണ്ടപ്പോൾ AC ഓഫ് ചെയ്ത്, എന്നിട്ട് പറയാം AC ഇട്ടിട്ടില്ലെന്ന്. ഞാനെന്ത് പൊട്ടനാ? 2 തെറി പറഞ്ഞിട്ട് വിളിക്കാം എനിക്ക്. ഞാൻ 2 തെറി പറഞ്ഞിട്ട് വരാം. AC കേട്ട് കിടന്നിട്ട് എന്നെ കണ്ടപ്പോൾ AC ഓഫ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോൾ വേണ്ട കൊടുത്ത് നല്ല ശരിക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റീം നമ്മളെ കണ്ട് ചോറ് ചിക്കൻ കറി. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുകയാണ്. ഉച്ചക്ക് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിക്കും. കുറച്ചൊന്നും കിടന്നിട്ടൊക്കെ എന്നിട്ട് അതെ ചിക്കൻ പീസൊക്കെ എടുക്കുന്നു. ചിക്കൻ പീസൊക്കെ എടുക്കും. ഒരു ഉണ്ട പുറത്ത് വരുന്ന കഴിയും അപ്പോൾ കാണുന്നുണ്ടായിട്ട് നല്ല ഉണ്ടാക്കിയത്. വേറൊരു കാര്യമുണ്ട്, ഇതായിട്ട് വിചാരിക്കുക നീ എനിക്ക് തരുന്നത് ഞാൻ നിനക്ക് തരുന്നത് ഷോ കാണിക്കണം. നമ്മളറിയാവുന്നവർക്കറിയാം, നമ്മളറിയാവുന്നവർക്കറിയാം നമ്മൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കുന്നു. ലിവർ ഫ്രൈ. ലിവർ ഫ്രൈ ചിക്കൻ കറിയും ചോറും. ഇന്ന് ചിക്കൻ കറി, ഇന്നലെ ചിക്കൻ കുറുമ, നാളെ ചിക്കൻ റോസ്റ്റ്, അതിനായിട്ട് എന്നാൽ ചിക്കൻ ഫ്രൈ. പിന്നെ അങ്ങോട്ട് ബീഫായിരുന്നു. പിന്നെ ഒരാഴ്ചത്തേക്ക് ബീഫാണ്, റിച്ചാണ്. ഒരാഴ്ച ചിക്കൻ ആണെങ്കിൽ ഒരാഴ്ച ബീഫായി, പിന്നെ അതിൻ്റെ അടുത്താഴ്ച മട്ടനായി. പൂച്ച, കരടി, കുരങ്ങ്, പിന്നെ കാക്കയൊക്കെ തിന്നും ഒരാഴ്ച. തമാശയാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ അല്ലേ? ഇതൊക്കെ കാണുന്ന ചിലവർ ഇടിയൊക്കെ ഉണ്ടാവും ചില കുടുംബത്തിൽ. അങ്ങനെ നോക്കിക്കേ നിങ്ങൾ. അതുണ്ടാവുന്നെന്ന് നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര്. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്നും ഇടല്ലേ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല. അവർക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ. പറഞ്ഞിട്ടുള്ള ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുള്ള ഭാര്യമാർക്ക് മനസ്സിലാവും. അത് നമ്മളോട് പറഞ്ഞ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവും. നിങ്ങളെന്തുവാ നിങ്ങൾ ഇവിടെയൊക്കെ പോകുന്നു, നിങ്ങളിങ്ങനെ ഒന്നും പോകല്ലേ, നമുക്ക് ആ ഹൃദയമില്ലാത്തത് എന്ന്. അപ്പോൾ എന്തായാലും ചോറ് കഴിച്ചിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ മയോണൈസും ബ്രെഡും കൂടെ തട്ടുന്നുണ്ട്. ചോറ് പോലെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിച്ചാലും മയോണൈസും ബ്രെഡും അതേപോലെ തന്നെ ചിക്കൻ കറിയും പെരി പെരി മയോണൈസും ഉണ്ടാക്കിയിട്ട്
ബ്രെഡുമായിട്ട് കഴിക്കണം, വേറെ ലെവല് സാധനം. പെരി പെരി മസാല കടയിൽ നിന്ന് കിട്ടും, മയോണൈസ് അടിച്ചിട്ട് പെരി പെരി മസാല ഇട്ടിട്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത് നമ്മളെ മസാല വേറെയാണ്, പെരി പെരി മസാല കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഞാനിട്ട മസാല വേറെയാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ റെസിപ്പിയാണ്, അത് ഞാൻ പറയാൻ പറ്റില്ല. ഇല്ല സോറി. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സെറ്റായിട്ട് റൂമിലോട്ട് വിട്ടാൽ പോട്ടെ. ഒരാൾ ഇവിടെ തൊട്ടി കിടന്ന് ഭയങ്കര ഉറക്കമാണ് കണ്ടോ. ഗൈസ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇനിയുള്ള യാത്ര. വലിയ വെയിലത്ത് പോയി വന്നു കഴിഞ്ഞിട്ട് ഒടുങ്ങി. പള്ളിയിൽ പോയി 2 ഓട്ടോ ഓടി എൻ്റെ വീട്ടിലോട്ട് വന്ന് ചോറും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ് ദേ ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോവുകയാണ്, ഉറക്കത്തിലായിരുന്നു. ജെച്ചാർന്ന് ഭയങ്കര ഉറക്കം. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ്. ഓട്ടം എന്തായാലും മുഖം കൈയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഗൈസ് ഞാൻ ഇത്ര നേരം ചെറിയൊരു ഓട്ടത്തിലൊക്കെ ആയിരുന്നു, ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, ചെറിയ ആണെങ്കിലേക്ക് ഓട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബീച്ചിലോട്ട് വന്നതാണ്. ആലപ്പുഴ ബീച്ചിൽ നല്ല അടിപൊളി പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ ബീച്ചിലോട്ട് എല്ലാവരും വരിക, നല്ല സൂപ്പർ പരിപാടി. കറക്കത്തൊട്ടിയും അങ്ങനെ മരണക്കിണറും അതേ കണക്ക് തന്നെ വാട്ടർഫോൾസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത്ര നേരം കുറേ തിരക്കായിരുന്നു, ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത തിരക്കിലായിരുന്നു. ഇപ്പോഴാണൊന്ന് ഫോൺ എടുക്കാൻ വേണ്ടി സമയം കിട്ടിയത്. അപ്പം കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിൽ വന്നില്ല, ബീച്ചിലും അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കട്ടെ, എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് ഡേ ഞാൻ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നിരുന്നു. വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ, വേറെ 2-3 ഓട്ടം കിട്ടിയായിരുന്നു. ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ചെറിയ നല്ല തണുപ്പും മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല തണുത്ത അന്തരീക്ഷം. അപ്പോൾ പോയി ചായ കുടിച്ചേക്കാൻ പറ്റും. നേരെ വീട്ടിൽ പോയി വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ജെച്ചാനും വിളിച്ച് നേരെ ചായ കുടിക്കാൻ പോയിട്ട് കാണിച്ചു. കുട്ടിക്കണ്ടലിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ പോലെ ബട്ടർ ബണ്ണും ചായ. ഇതൊരു അന്താരാഷ്ട്ര കോളാണെന്നുണ്ടിരിക്കുകയാണ്, അന്താരാഷ്ട്ര കോൾ. അപ്പം ഗൈസ് ഇതേ നമ്മൾ മുല്ലയ്ക്ക് കൂടെ പോകുകയാണ്. നല്ല മഴ പെയ്തിട്ടുണ്ട്, നല്ല മഴയല്ല ചെറിയൊരു മഴ. ഇന്നലത്തെ അത്രയൊന്നും മഴ പെയ്തിട്ടൊന്നുമില്ല. അപ്പം നല്ല ചൂടത്തിന് കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു അന്തരീക്ഷം, നല്ല തണുത്താണ്. നല്ല മഴ കൊള്ളാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നലെ നനഞ്ഞ് കുളിച്ച വീഡിയോ പുറകെ വരുന്നില്ല, നേരത്തെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടെടുക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പം മുല്ലയ്ക്കലൊന്നും ആരുമില്ല, ദുഃഖവെള്ളി അയച്ചിട്ട് എല്ലാവരും ദുഃഖിച്ച് വീട്ടിലിരിക്കുകയാണ്. വെജിറ്റബിൾസ് മേടിക്കാം, കോക്കനട്ട് മേടിക്കണം, കുട്ടിൻ്റെ മസാല മേടിക്കണം. അവിടെ നമ്മൾ മുല്ലക്കിലെത്തിക്കണം. അടച്ചോ 9:30. അപ്പോൾ കട അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുല്ലക്കൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, മസാല, ഗരം മസാല വാങ്ങിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ അടച്ചിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് ഇനി കുറേ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം, അതിനായിട്ട് പോകുന്നതിന് മസാല ഒരു പരിപാടി നടത്തിയിട്ട് ഇനി അത് നാളെ വാങ്ങിക്കാം അല്ലേ? അപ്പോൾ ഗൈസ് ദേ പിന്നെ ചായയൊക്കെ കുടിച്ച് വീട്ടിലോട്ട് വന്ന് മേളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം കിടന്നുറങ്ങാനുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫ്രഷ് ആകാൻ പോകുകയാണ്. ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കുറച്ച് ഓട്ടം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തളർന്നു കുത്തി വന്ന് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊച്ചിത് ചൂടെടുത്തിട്ട് ഉടുപ്പൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ട് പുതച്ച് മൂടിക്കട ഇങ്ങനെയുണ്ട്. ഇത് കണ്ട കൊച്ചിവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാകും വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളൊന്നും നടക്കാം. ബൈ ബൈ.